ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീര കൊടുത്ത ഗിഫ്റ്റ് ചന്ദ്രമതി മനസ്സില്ലാ മനസ്സോടെ വാങ്ങി. എല്ലാവരും പോയപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട്, അത് തുറന്നു നോക്ക് ചന്ദ്രേ, ആരാ നിനക്ക് ഗിഫ്റ്റ് കൊടുത്തേൽപ്പിച്ചതെന്ന് അറിയാമല്ലോ എന്ന്. ചന്ദ്ര അത് തുറന്നപ്പോൾ ബോക്സിൽ ഒരു സ്വർണ്ണമാലയും കൂടെ ഒരു ലെറ്ററും. ആ ലെറ്റർ ഉറക്കെ വായിക്ക് സുധി എന്ന് പറഞ്ഞ് രവിയേട്ടൻ ലെറ്റർ സുധിയെ ഏൽപ്പിക്കുന്നു. സുധി ആ ലെറ്റർ ഉറക്കെ വായിക്കുമ്പോൾ ശ്രുതി ചന്ദ്രയോട് മാപ്പ് പറയുന്നതും ഇനിയും ഇതുപോലുള്ള കള്ളങ്ങൾ പറഞ്ഞ് വരില്ല, ക്ഷമിക്കണം എന്നൊക്കെ വായിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നു. മിണ്ടാതിരിക്കെ, ഈ മാല മീരയെ ഏൽപ്പിച്ച് ആ പെരുങ്കള്ളിക്ക് തന്നെ തിരിച്ചേൽപ്പിക്കാൻ പറ എന്ന് പറയുന്നു. സുധി വേഗം അത് റൂമിൽ കൊണ്ടുപോയി മാല പണയം വെച്ച് തന്റെ 1.5 ലക്ഷം രൂപ കടം വീട്ടാമെന്ന് കരുതി പിറ്റേന്ന് തന്നെ രാവിലെ അതുമായി ബാങ്കിലേക്ക് വരുന്നു. ബാങ്കുകാർക്ക് മനസ്സിലാവുന്നുണ്ട് അത് മുക്കുപണ്ടമാണെന്ന്. അവർ ഉടനടി പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്നിട്ട് സുധിയെ പിടിച്ചുകൊണ്ടു പോകുമ്പോഴും സുധിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് സച്ചി അമ്മ തന്നെ സ്നേഹിച്ചതിലുള്ള സന്തോഷം താങ്ങാനാവാതെ മൂക്കുമുട്ടെ കുടിച്ചു വരുന്നു. ഇത് കണ്ട് രേവതിക്കും ചന്ദ്രയ്ക്കും പേടിയാകുന്നുണ്ട്. സച്ചി ചന്ദ്രമതിയുടെ കവിളിൽ പിടിച്ച് അമ്മയെ കാണാൻ എന്തു ഭംഗിയാ, തങ്കമാ എൻ്റെ അമ്മ എന്ന് പറയുന്നു. ചന്ദ്ര പേടിച്ച് സോഫയിൽ ഇരുന്നപ്പോൾ സച്ചി ചന്ദ്രയുടെ മടിയിൽ തല വെച്ച് കിടക്കുന്നു. സച്ചിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയുടെ മടിയിൽ തല വെച്ച് കിടക്കുക എന്നത്. ചന്ദ്രയ്ക്കും പതുക്കെ വാത്സല്യം തോന്നുന്നു. സച്ചിയുടെ തലയിൽ പതുക്കെ തലോടി കൊടുത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട് ചന്ദ്ര. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.